ഹായ് ഗൈസ്, ഇപ്പം ഞാൻ വന്നേക്കുന്നത് എൻ്റെ ദേഹം ഫുള്ള് നനഞ്ഞ് കുതിർന്നിരിക്കുക, തല ഫുള്ള് നനഞ്ഞിരിക്കുക. ഞാനും ചന്ദനയും കൂടെ ഇപ്പോൾ വൈകുന്നേരം സിനിമ കണ്ടു വെച്ച് തിരിച്ചു വരാൻ നേരം പുത്തങ്കാവ് പാലത്തിൽ വെച്ചൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. വലുതെന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൻസും ഒരു ബൈക്കും തമ്മിലാണ് ഇടിച്ചത്. ഞാൻ ഈ സൈഡിൽ കൂടെ വരിക, എന്നെ ഓവർടേക്ക് ചെയ്താണ് ബെൻസ് പോകുന്നത്. ഓപ്പോസിറ്റ് വന്ന ബൈക്ക് ചെന്ന് ബെൻസുമായിട്ട് ഇടിച്ചു. എൻ്റെ നേരെ ഫ്രണ്ടിലോട്ടാണ് ബൈക്കിൻ്റെ കുറേ പാർട്സ് വന്ന് വീഴുന്നു. ഞാനാണ് ദൃക്സാക്ഷി, കണ്ടുകൊണ്ട് നിന്ന ആൾ ഞാനും ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു. എൻ്റെ ദേഹം ശരീരം മൊത്തം വിറച്ചു. പയ്യനും സ്പീഡിലാണ് വന്നത്. എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ബെൻസിന് എന്തായാലും സ്പീഡ് കാണും, നിങ്ങൾക്കത് ഊഹിക്കാമെന്നുള്ളൂ. എന്ന് വെച്ച് വന്നവിടെ നിന്നിട്ട് ഞാനവിടെ നിന്ന് ശരി, എനിക്ക് ബൈക്കുകാരനെ അറിയത്തില്ല, കാറുകാരനെയും അറിയത്തില്ല, രണ്ടുപേരെയും എനിക്കറിയത്തില്ല, രണ്ട് കൂട്ടരെ എനിക്കറിയത്തില്ല. എനിക്ക് ആരെയും സൈഡ് പിടിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടത് ഞാൻ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നില്ല. കാരണം ഈ കാറിൽ നിന്ന് ഇറങ്ങിയവർ അവിടെ നിന്ന് പറയുന്നുണ്ട് ബൈക്ക് വന്നിടിച്ചതാ, ബൈക്ക് വന്ന് സ്പീഡിൽ വന്ന് കാറയിൽ ഇടിച്ചതാ എന്ന് അവിടെ നിന്ന് തർക്കിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്നില്ല. നല്ല മഴയാണ്, അവിടെ തന്നെ ഞാൻ നിന്നു. കാരണം ആ പയ്യനെ എന്തായാലും ഒരു 24 വയസ്സ് അത്രയും പ്രായം കാണത്തുള്ളൂ. ആ പയ്യൻ ഒറ്റയ്ക്കാണ്, അവനെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല. അവൻ സ്പീഡിലായിരുന്നു, ഞാനത് സമ്മതിച്ചു. പക്ഷെ നമ്മൾ ശരിയുടെ ഭാഗത്ത് എപ്പോഴും നിൽക്കണം. ഞാനവിടെ നിന്ന് നിങ്ങളെ ഞാൻ ഇതിൻ്റെ ബൈക്കിൻ്റെ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുവാ ഇതിനകത്ത് നടന്നതെന്നുള്ളത്. അതൊന്ന് കണ്ടേച്ചു. നിങ്ങൾ കണ്ടു കാണും. കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ആ ബൈക്കിൽ വന്ന് നിർത്തുന്നത് ഞാനും ചന്ദനയാണ്. ഇങ്ങോട്ട് വരുന്നത് എന്നെ ഓവർടേക്ക് ചെയ്താണ്. കാറ് നിങ്ങൾക്ക് കാണാം, സെൻട്രൽ ലൈനിൻ്റെ ഇപ്പുറത്തൂടെ കാർ ഓവർടേക്ക് ചെയ്യുക. ഈ പയ്യൻ ഓപ്പോസിറ്റ് വരിക, കാറ് നേർക്ക് വരുമ്പം അവൻ രണ്ടവണ വെട്ടിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവൻ റൈറ്റിലോട്ട് എടുക്കുക, അവൻ്റെ ജീവൻ രക്ഷപ്പെടാത്താൻ വേണ്ടി ഒന്നേ റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് എടുക്കുക. അവൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളയ്ക്കുന്നുണ്ട്. അത് മാത്രമാണ് ആ പയ്യൻ ചെയ്തേക്കുന്നത്. അവനാണെങ്കിൽ ശരിയാ, അവൻ്റെ സ്പീഡ് ഉണ്ട്, സ്പീഡില്ലെന്ന് ഞാൻ ഒരിക്കലും പറയരുത്. ചേട്ടൻ വന്ന് ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഞാനത് സംഭവിച്ച കാര്യം അവിടെ നിന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇത് റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാൻ ആരോടും സംസാരിക്കാൻ പോയില്ല. എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു കാര്യം എന്തുവാണ്, ആര് കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം എന്തുവാണെന്ന് അവിടെ നിന്ന് സംസാരിച്ചു. തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പിക്കപ്പേ വന്ന് ബെൻസ് എടുത്തുകൊണ്ട് പോയി. പയ്യനെ കാറേ കൊണ്ടുപോയി. എൻ്റെ കാലിന് എന്തോ പൊട്ടലോ ഏതാണ്ട് ഉണ്ട്. കാലിൽ നിന്നെല്ലാം ചോര വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാൻ നേരം ഈ കാറിൽ വന്ന ഒരു സ്ത്രീ, എനിക്കറിയത്തില്ല ആരാന്ന്, എനിക്കറിയത്തില്ല ഇവരെ, അവരെന്നോട് പറഞ്ഞു ഒത്തിരി അങ്ങ് ആവരുത് കേട്ടോ എന്ന്. എന്തിനവരത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കണ്ണിൽ കണ്ടത് ഞാനിനി അവരുടെ ശരിയാ പയ്യനാ വന്നേ, ഇവർ ശരിയല്ല ചെയ്തേ, ഇവർ ശരിയാ ചെയ്തേ, ഇവരുടെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാഞ്ഞത് കൊണ്ടാണ് ഇവർ കൂടുതലാവരുത് എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്തിനാ ഈ കൊച്ചിതിൻ്റെ അകത്ത് ഇടപെടുന്നതെന്ന് ആ ചേട്ടൻ ചോദിച്ചു എന്ന് പറയും. പക്ഷെ എന്തിനിടപെട്ടു എന്ന് ചോദിച്ചാൽ ഞാനാ കണ്ട ആള്. ആ പയ്യനെ ഒരിക്കലും ആ പയ്യനെ കുറ്റപ്പെടുത്താൻ ഇടവരരുത്. അവനൊരൊറ്റയ്ക്കൊരു പയ്യനാണ്. ഓൾറെഡി അവൻ എന്തോ നേരത്തെ വീണിട്ട് ഓൾറെഡി അവന് മുഖത്തൊരു മുറിവുണ്ട് താനും. ഇതെല്ലാം കൂടെ വെച്ചിട്ടേ അവരത് റൂട്ട് മാറ്റാൻ ശ്രമിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനൊരു പെണ്ണായിട്ടും അവിടെ റിയാക്ട് ചെയ്യാൻ ഞാൻ ഇത്രയും നേരം നിന്നേ. ഇപ്പോൾ സമയം എത്രയായി? 6:30 കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്നത് ശരിയുടെ ഭാഗത്ത് നിൽക്കണം. അതുകൊണ്ട് ഞാൻ നിന്നു. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ പേരിലാണ് ഞാനിത് റിയാക്ട് ചെയ്തത്. കാരണം ശരിയുടെ ഭാഗത്ത് എപ്പോഴും നിൽക്കുക. നമ്മൾ ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് പയ്യനേതാന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ അവിടെ നിന്നപ്പോൾ ആളുകൾ പറയുന്നു മംഗലത്തു നിന്ന് വന്നതാണ്. ഈ കാറുകാരെന്തോ ഏതോ പാലത്തിൻ്റെ അടുത്താ വീടെന്ന് പറഞ്ഞു. എനിക്ക് ഈ 2 ഫാമിലി അറിയത്തില്ല, ആരാ ഏതാ ഒന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു, ശരിയുടെ കൂടെ ഞാൻ നിന്നു, ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ ഇതാ ശരിയുടെ കൂടെ നിന്നു, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളതൊന്ന് പറഞ്ഞ്
ഞാൻ നനഞ്ഞ പടുത്ത് തന്നെ അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഓക്കെ.